പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇവിടെ ആരംഭിക്കുകയാണ്. വോട്ട് വാർത്ത. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് ബ്രോട്ട് ടു യു ബൈ കേരളത്തിന്റെ സ്വന്തം ബാങ്ക്, കേരള ഗ്രാമീണ ബാങ്ക്. കെ സുധാകരനെ വെട്ടിനിരത്തി കോൺഗ്രസ്. സീറ്റ് നിഷേധിച്ച് കേന്ദ്ര നേതൃത്വം. എംപിമാർക്കാർക്കും ഇളവില്ല. എൽദോസ് കുന്നപ്പള്ളിക്കും സീറ്റില്ല. കടുപ്പിക്കുമോ അതോ വഴങ്ങുമോ? കടുത്ത അതൃപ്തിയിൽ കെ സുധാകരൻ. തുടർ നീക്കങ്ങളിൽ ആകാംക്ഷ. പാർട്ടി അപമാനിച്ചെന്ന് അടുത്ത അനുയായികളോട് സുധാകരൻ. ഉച്ചയ്ക്ക് 12 മണിക്ക് വാർത്താ സമ്മേളനം. സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ കോൺഗ്രസിൽ പൊരിഞ്ഞതല്ല്. കൊച്ചിയിൽ KC വേണുഗോപാൽ വിഭാഗത്തെ വെട്ടിനിരത്തി VD സതീശൻ. ദീപ്തി മേരി വർഗീസിന് സീറ്റില്ല. മത്സരിക്കുക സതീശന്റെ അനുയായി മുഹമ്മദ് ഷിയാസ്. സന്ദീപിനെ വേണ്ടേ വേണ്ട. തൃക്കരിപ്പൂരിൽ പരിഗണിക്കുന്നതിൽ കോൺഗ്രസിൽ കടുത്ത അമർഷം. സ്ഥാനാർത്ഥിത്വം നൽകിയാൽ സഹകരിക്കില്ലെന്ന് നേതാക്കൾ. അടിയന്തര യോഗം വിളിച്ച് കാസർഗോഡ് DCC. രണ്ടത്താണിയിൽ ട്വിസ്റ്റ്. ഇടത് സ്ഥാനാർത്ഥിയാകില്ല. മുസ്ലിം ലീഗിൽ തുടരും. തീരുമാനം അബ്ബാസ് അലി തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. കളം നിറഞ്ഞ് NDA. പ്രചരണത്തിൽ ബഹുദൂരം മുന്നിൽ. രണ്ടാം ഘട്ട BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സുപ്രധാനമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ സംസ്ഥാനം നീങ്ങുകയാണ്. അതിനാൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിനാണിത്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അണിനിരത്തുന്ന വോട്ട് വാർത്ത. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കോൺഗ്രസിൽ അന്തിമ തീരുമാനം ആകുകയാണ്. കെ സുധാകരൻ MPക്ക് കണ്ണൂരിൽ സീറ്റില്ലെന്ന് തന്നെയാണ് സൂചന. പകരം TO മോഹനന്റെ പേരാണ് പരിഗണനയിലുള്ളത്. MPമാർക്ക് ആർക്കും സീറ്റ് നൽകേണ്ട. മാരത്തോൺ ചർച്ചകൾക്ക് ഒടുവിലാണ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തീരുമാനത്തിലേക്ക് എത്തുന്നത്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. വിവരങ്ങളുമായി ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ശാലിനി, ഏതാണ്ട് ഒരാഴ്ച പിന്നിടുകയാണ് രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ ചർച്ചകൾ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് തീരുമാനമെടുക്കുന്നു. എന്നാൽ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന ഘടകവും MPമാർ മത്സരിക്കേണ്ട എന്ന നിലപാടിലേക്ക് എത്തുന്നു. അവസാനം അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൽ കാര്യങ്ങൾ എത്തുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് സുധാകരൻ വാർത്താ സമ്മേളനം നടത്തി തനിക്ക് പറയാനുള്ള പരിഭവം, ഒപ്പം കണ്ണൂരിൽ മത്സരിക്കും എന്ന തന്റെ നിലപാടിതെല്ലാം വിശദീകരിക്കാൻ തീരുമാനിക്കുന്നു. ഇന്നലെ വാർത്താ സമ്മേളനം നടത്താനാണ് തീരുമാനിച്ചതെങ്കിലും പാർട്ടി ഇടപെട്ടുകൊണ്ട് അത് ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് ഒരു പ്രശ്നം, അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെ പോകട്ടെ. താൻ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന നിലപാടിലാണോ കെ സുധാകരനുള്ളത്? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 12 മണിയുടെ വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. എന്തായിരിക്കും സുധാകരൻ ഇനി പറയാനുള്ളത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CPMനെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കി സുധാകരന്റെ പ്രതികരണങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിലും കീറാമുട്ടിയായി സ്ഥാനാർത്ഥി തർക്കങ്ങൾ തുടരുന്നത്. കഴിഞ്ഞ രാത്രികളിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഡൽഹിയെ കേന്ദ്രീകരിച്ച് നടത്തിയത്. കെ സുധാകരൻ അടക്കമുള്ളവർ ഡൽഹിയിലെത്തി ചർച്ചകൾക്ക് പങ്കെടുത്തു. പക്ഷേ ആ ചർച്ചകളിലൊന്നും പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
കണ്ണൂരിൽ കെ സുധാകരന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായി. ഈ ഘട്ടത്തിൽ കൂടിയാണ് കെ സുധാകരൻ ഇനി എന്താണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുക എന്നുള്ളത് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തത് എംപിമാർ ഇനി മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കണ്ണൂരടക്കമുള്ള മണ്ഡലങ്ങളിൽ കെ സുധാകരന്റെ നിലപാട് നിർണായകമാണ്. തൊട്ടു പിന്നാലെ അടൂർ പ്രകാശും ഇതോടകം തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. കോന്നി മണ്ഡലത്തിൽ മത്സരിക്കാനായി എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ തന്നെ കെ സുധാകരൻ തൊട്ടു പിന്നാലെ തന്നെ ഇദ്ദേഹവും നടത്തിയ സാഹചര്യം അടൂർ പ്രകാശ് അടക്കമുള്ളവർ അത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്ന് കാത്തിരിക്കുമ്പോഴാണ് എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം വരുന്നത്. ഏകദേശം നിർണായകമായ 6ഓളം സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരികയാണ്. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് കെ സുധാകരന്റെ നിലപാട് അത് വലിയ രീതിയിൽ കീറാമുട്ടിയായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, തലസ്ഥാനത്തടക്കമുള്ള നിർണായക സീറ്റുകളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒന്നുമായിട്ടില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ്. കുടുംബയോഗങ്ങൾ, സ്ക്വാഡ് വർക്കുകൾ, ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ പര്യടനങ്ങൾ, കീ വോട്ടേഴ്സിനെ കാണുന്നു, അങ്ങനെയുള്ള പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ പ്രധാനമായും പല മണ്ഡലങ്ങളിലും ഇപ്പോഴും തർക്കം തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, തർക്കം രൂക്ഷമായിരുന്ന കണ്ണൂരിൽ മുൻ മേയർ ടി.ഒ. മോഹനും കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിലിനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ രണ്ടാം ഘട്ട പട്ടിക ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പുറത്തേക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് നേമത്ത് ശബരിനാഥിനെയും ഒപ്പം തന്നെ ആറന്മുളയിൽ അബിൻ വർക്കിയും സ്ഥാനാർത്ഥിയാകുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇവിടെയും ചില കല്ലുകടികൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വാമനാപുരത്ത് സുധീർ ഷാ, പാലോട്, ഒപ്പം തന്നെ നെയ്യാറ്റിൻകര എൻ ശക്തൻ, റാന്നിയിൽ പഴകുളം മധു, ഇടുക്കിയിൽ റോയ് കെ പൗലോസ്, ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് എന്നിങ്ങനെയാണ് നിലവിലുള്ള നിർദ്ദേശം. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഗൗതം. ഓക്കെ ശാലിനി, ഏതായാലും കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിനിടയിലും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. കെ സുധാകരൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാകും. അതൊരു പക്ഷേ കോൺഗ്രസ് ഔദ്യോഗികമായ സീറ്റ് നൽകുന്നില്ല എന്ന നിലപാടിലാണെങ്കിൽ ഒരുപക്ഷെ സ്വതന്ത്രനായി അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് കെ സുധാകരന്റെ സുപ്രധാനമായ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ എന്താകും ഭാവി പരിപാടി? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് കോൺഗ്രസിനെ സംസ്ഥാനത്തൊട്ടാകെ പ്രതിരോധത്തിലാക്കുവാൻ കെ സുധാകരൻ ഇറങ്ങിപ്പുറപ്പെടുമോ എന്ന വളരെ സുപ്രധാനമായുള്ള ചോദ്യത്തിന് മറുപടിയാണ് അദ്ദേഹത്തിന്റെ 12 മണിക്ക് നടക്കാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുക. ശാലിനിയാണ് വിവരങ്ങളുമായി ചേർന്നത്. മധ്യ കേരളത്തിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരാകും എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് സീറ്റ് ഉറപ്പിക്കുമ്പോഴും ദീപ്തി മേരി വർഗീസ് കലാപക്കൊടി ഉയർത്തുമോ എന്ന ആശങ്ക പാർട്ടിക്കുണ്ട്. വൈപ്പിനിൽ ടോണി ചെമ്മണ്ണിയും തൃപ്പൂണിത്തറയിൽ ദീപക് ജോയിയെയും സ്ഥാനാർത്ഥികൾ ആക്കുമെന്നാണ് സൂചന. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജിജീഷ്, ഇത് കേരളത്തിൽ ഒട്ടാകെ കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാകുകയാണ്. നമ്മൾ തൊട്ട് മുൻപ് ചർച്ച ചെയ്തത് കണ്ണൂരിൽ കെ സുധാകരൻ കോൺഗ്രസിനെ വെട്ടിലാക്കി സ്വതന്ത്രനായി മത്സരിക്കുമോ ഇല്ലയോ എന്ന വിഷയമായിരുന്നു. ഇപ്പോൾ മധ്യ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമാണ്. കാരണം ദീപ്തി മേരി വർഗീസ് നേരത്തെ കൊച്ചി മേയറാക്കാത്തതിൽ കടുത്ത അതൃപ്തിയുള്ള ഒരു നേതാവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അവർക്ക് അർഹമായ പരിഗണന കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ ദീപ്തിയും കോൺഗ്രസ് ബന്ധം തന്നെ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് എത്തിയാൽ അത്ഭുതമില്ല എന്ന് കരുതേണ്ടേ? ഗൗതം പറഞ്ഞതുപോലെ തന്നെ മധ്യ കേരളത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളാണ്, അവസാനിക്കാത്ത പ്രശ്നങ്ങൾ. സാധാരണ നിലയിൽ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കോൺഗ്രസിന് ഇത് പുത്തരിയല്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങുമ്പോൾ മുതൽ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ഇത്തവണ അത് അതിരൂക്ഷമാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ മധ്യ കേരളത്തിൽ തന്നെ എറണാകുളം ജില്ലയിലെ ചില സീറ്റുകളാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായി നിൽക്കുന്നതും വലിയ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനോടൊപ്പം തന്നെ ഈ ഒരു സീറ്റിനായി താല്പര്യം പ്രകടിപ്പിക്കുകയും പോസ്റ്ററുകളടക്കം അടിച്ചിറക്കിക്കൊണ്ട് പ്രചരണ രംഗത്ത് താനാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചരണത്തിന് തുടക്കം കുറിക്കുകയും എല്ലാം തന്നെ ചെയ്ത KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ വെട്ടിയാണ് മുഹമ്മദ് ഷിയാസ് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇനി വരാനിരിക്കുകയാണ് എങ്കിൽ പോലും അതിൽ
പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അമർഷമാണ്. താൻ ഇനി മുമ്പുണ്ടായിരുന്ന പോലെ പരസ്യപ്രതികരണത്തിനെല്ലാം തന്നെ ഒന്നും തയ്യാറാകില്ല എന്ന സൂചനകൾ ദീപ്തി നൽകുമ്പോൾ പോലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് ദീപ്തി പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം ഇപ്പോൾ മഞ്ഞുരുകി എന്ന രീതിയിൽ നിൽക്കുകയും അതേ സമയത്ത് തന്നെ അത് ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ ദീപ്തി ഏതെല്ലാം നിലയിലേക്ക് ആയിരിക്കും പെരുമാറുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കായിരിക്കും. മധ്യ കേരളത്തിൽ വിശേഷിച്ച് കൊച്ചിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വലിയ കീറാമുട്ടിയായി മാറുകയാണ്. വിശേഷിച്ച് ദീപ്തി മേരി വർഗീസിന് സീറ്റില്ല എങ്കിൽ അത് മറ്റൊരു പൊട്ടിത്തെറിയായി മാറും. കാരണം കൊച്ചി മേയർ സ്ഥാനത്തേക്ക് ആദ്യം പാർട്ടി പരിഗണിച്ചത് ദീപ്തി ായിരുന്നു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന് വലിയ വിജയം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദീപ്തിയെ അവിടെ വെട്ടിനിരത്തി. അതിന്റെ അമർഷം നിലവിലുണ്ട്. ഇതുകൂടാതെ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അർഹമായ പരിഗണന ഇല്ല എങ്കിൽ അത് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് മധ്യ കേരളത്തിൽ വിശേഷിച്ച് കൊച്ചിയിൽ കോൺഗ്രസിനെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീണ്ടും നമ്മൾ കണ്ണൂരിലേക്ക് പോകുകയാണ്. കണ്ണൂർ സീറ്റിനായി കെ സുധാകരൻ കടുംപിടുത്തം തുടരുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട്. അനുകൂലമായ സാഹചര്യത്തെ കെ സുധാകരന്റെ നിലപാട് പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയാണ് അണികൾക്കിടയിലുള്ളത്. അതേസമയം കെ സുധാകരന് വേണ്ടി പരസ്യ പ്രതിഷേധം ഉയരുന്നതിൽ കണ്ണൂർ DCCയിലും അമർഷമുണ്ട്. മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും ചേരുകയാണ്. മിഥുൻ, അതായത് ഈ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്. കാരണം മറുഭാഗത്ത് കേരളത്തിലെ CPMന്റെ ഏറ്റവും ശക്തി കേന്ദ്രം എന്നവർ ചൂണ്ടിക്കാണിക്കുന്ന കണ്ണൂരിൽ പാർട്ടി ഏതാണ്ട് വലിയ പിളർപ്പിന്റെ വക്കിലാണ്. 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പാർട്ടിക്കെതിരെ പരസ്യമായി മത്സരിക്കുകയാണ്. അപ്പോൾ അനുകൂലമായ സാഹചര്യം കണ്ണൂരിൽ ഈ തവണ BJPക്കും കോൺഗ്രസിനും ഉണ്ട് എന്നത് സംശയമില്ല. കാരണം CPM കോട്ടകളിൽ പോലും അവർക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. അങ്ങനെ അനുകൂലമായ സാഹചര്യത്തെ കെ സുധാകരൻ കളഞ്ഞു കുളിക്കുന്നു എന്ന അമർഷമാണോ ഇപ്പോൾ കണ്ണൂർ DCCയിൽ ഉയരുന്നത്? തീർച്ചയായും ഗൗതം, അത് ആ ഒരു അമർഷം തന്നെയാണ് അണികളെ സംബന്ധിച്ചുള്ളത്. കാരണം നമുക്കറിയാം കണ്ണൂരിൽ നിരവധി സാഹചര്യങ്ങൾ നിലവിൽ കോൺഗ്രസിനായാലും BJPക്കായാലും അനുകൂല ഘടകമായി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തവണയായി വിജയിച്ച കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോഴും മത്സരിക്കുന്നത്. നമുക്കറിയാം കണ്ണൂർ CPMന്റെ ശക്തി കേന്ദ്രമാണ് എന്ന് പറയുമ്പോൾ പോലും കണ്ണൂർ നിയമസഭാ മണ്ഡലം അത് എല്ലാ കാലത്തും അവരിൽ നിന്ന് മാറി നടന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 തവണയായി കണ്ണൂർ നിയമസഭാ മണ്ഡലം ഇത് ഈ LDFനൊപ്പം ചേർന്ന് നടക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ നിലവിലെ CPMനുള്ളിലെ പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ പല വിവാദങ്ങളും ഒക്കെ തന്നെ അത് കോൺഗ്രസിനോ അല്ലെങ്കിൽ BJPക്കോ അനുകൂലമായൊരു സാഹചര്യം ജില്ലയിൽ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അത്തരമൊരു അനുകൂലമായ സാഹചര്യത്തെ ഈ കെ സുധാകരൻ്റെ കടുംപിടുത്തം ഇല്ലാതാക്കി എന്നൊരു വിമർശനമാണ് പ്രധാനമായും അണികളിൽ നിന്ന് ഉയർന്നത്. ആദ്യഘട്ടത്തിൽ, അതായത് കെ സുധാകരൻ ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ ആ സീറ്റ് വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അണികൾ തന്നെ അതിനെ പിന്തുണച്ചു എങ്കിൽ പോലും പക്ഷേ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം ആ ഒരു തീരുമാനം അംഗീകരിക്കാതെ മുന്നോട്ട് പോയപ്പോൾ ഭൂരിഭാഗം അണികളും കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനൊപ്പമാണ് നിന്നത്. പക്ഷേ അത് കെ സുധാകരൻ അംഗീകരിക്കാൻ തയ്യാറായില്ല. അത് തന്നെയാണിപ്പോൾ ഏറ്റവും വലിയ തലവേദനയായി കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മാറുകയും ചെയ്യുന്നത്. അതായത് ഒരു അനുകൂലമായ സാഹചര്യം, ഭരണവിരുദ്ധ വികാരം അടക്കമുള്ള കാര്യങ്ങളിൽ കണ്ണൂർ നിയമസഭാ മണ്ഡലം പിടിക്കാൻ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ അനുകൂല സാഹചര്യത്തെ കെ സുധാകരന്റെ കടുംപിടുത്തം ഇല്ലാതാക്കുന്നു. മാത്രമല്ല പരസ്യ പ്രതിഷേധത്തിലൂടെ എന്തായാലും കണ്ണൂരിൽ കെ സുധാകരന്റെ ഈ അനാവശ്യമായ കടുംപിടുത്തം അത് അനുകൂലമായ സാഹചര്യത്തെ പ്രതികൂലമാക്കുന്നു എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അമർഷം. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും വിശദമായ വിവരങ്ങളുമായി ചേർന്ന്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സുപ്രധാന ശക്തിയാകാനായി ഒരുങ്ങുകയാണ് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി. അതിനാൽ തന്നെ 2 ദിവസങ്ങൾക്ക് മുൻപേ BJPയുടെ ദേശീയ നേതൃത്വം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരുന്നു. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകൾക്ക് അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് വലിയ പ്രാതിനിധ്യമുണ്ട്. അതിനാൽ ഇന്നത്തെ ദിവസം 2ാമത്തെ അതിഥി ചേരുന്നത് കൊയിലാണ്ടിയിലെ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ കേരളത്തിലെ ഒരു യുവമുഖമാണ് പ്രഫുൽ കൃഷ്ണ. അദ്ദേഹം യുവമോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ കൊയിലാണ്ടിയിൽ NDA സ്ഥാനാർത്ഥിയായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അപ്പോൾ അനഘ ഹർഷൻ പ്രഫുലിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ചേരുകയാണ്. അനഘയ്ക്ക് ചോദിക്കാം. NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. കൊയിലാണ്ടിയിലാണ് നമ്മളുള്ളത്. ഇവിടെ പൊയ്ക്കാവ്, ഒരു നാടിൻ്റെ ഒന്നാകെയുള്ള ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഉള്ളത്. ഇനി ദിവസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഇവിടെ ഉത്സവത്തിന്റെ ചൂടുണ്ട്, അതിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും പൊടിക്കുകയാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം വളരെ നന്നായിട്ട് നടക്കുന്നു. അമ്മ ദേവീനെ കാത്തുള്ള നിപ്പാണ് അല്ലേ? ഇപ്പോൾ ഉള്ളത് നമ്മൾ പൊയിൽക്കാവ് അമ്പലത്തിന് സമീപത്താണ്.
പൊൽക്കാവ് അമ്പലത്തിൽ നിന്ന് ദേവി ഇപ്പോൾ ആറാട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ബീച്ചിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇവിടുത്തെ വീട്ടുകാർ മുഴുവൻ. ദേവിയെ വരവേൽക്കാൻ വേണ്ടി ഓരോ വീട്ടുമുറ്റത്തും അവർ കാത്തു നിൽക്കുകയാണ്. അമ്പലത്തിലെ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു നാടിന്റെ ഒന്നാകെയുള്ള ഒരു ഉത്സവം. തീർച്ചയായിട്ടും ഈ ഒരു മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് തെറയുത്സവങ്ങളുടെ ഒരു നാടാണ്. പ്രത്യേകിച്ച് ഈ സമയം എന്ന് പറയുന്നത് എല്ലാ അമ്പലത്തിലും ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും വോട്ടർമാരെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ ഉത്സവ പറമ്പുകളിലാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷം. എല്ലാം പരിചയമുള്ള ആളുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൊയിലാണ്ടി എന്ന് പറയുന്നത് എൻ്റെ നാട് തന്നെയാണ്. കാരണം ഞാൻ ഇവിടെ പഠിച്ചത്, ഞാൻ ഡിഗ്രി പഠിച്ചത്, PG പഠിച്ചത്, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് ഈ കൊയിലാണ്ടിയുടെ മണ്ണിലാണ്. എന്നെ പൊതുപ്രവർത്തനത്തിൽ കൈപിടിച്ച് നടത്തിയത് കൊയിലാണ്ടിയിലുള്ള ഞങ്ങളുടെ പ്രവർത്തകരാണ്, നേതാക്കന്മാരാണ്. അതുകൊണ്ട് കൊയിലാണ്ടിയുമായി വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് കൊയിലാണ്ടി മത്സരിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമായിട്ട് കാണുകയാണ്. എങ്ങനെയുണ്ട് ഈ വോട്ടർമാരുടെ ഇടയിലൊക്കെ പോകുമ്പോൾ എന്താണ് ഒരു പ്രതികരണം? എന്താണ് വലിയൊരു മാറ്റം ഇവിടുത്തെ വോട്ടർമാർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ നിൽക്കുന്നത് തീരദേശ മേഖലയിലല്ലേ. ഈ തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ തീരദേശ റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ്. എത്ര വർഷമായിട്ടും നന്നാക്കാൻ പറഞ്ഞ് നന്നാക്കിയിട്ടില്ല. ഒരു കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴേക്ക് ആ തീരദേശ റോഡ് മുഴുവൻ കടലെടുക്കുകയാണ്. ഇതിനുള്ളൊരു ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് അവിടെയുള്ള കടൽ ഭിത്തി നിർമ്മാണമാണ്. ഇത്രയും വർഷമായിട്ട് കടൽ ഭിത്തികൾ നിർമ്മാണമില്ല. ഇപ്പോൾ ടെമ്പററി ആയിട്ട് എന്തൊക്കെ സംവിധാനം ചെയ്യുകയാണ്. പക്ഷെ അതിന് പെർമനൻ്റ് ആയിട്ട് ഏകദേശം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി സംഘം തന്നെ പറഞ്ഞത് 80-85 കോടി രൂപയുടെ ഒരു പദ്ധതി വേണം. പക്ഷെ നടപ്പിലാക്കാൻ ഒന്നും സർക്കാർ തയ്യാറാകുന്നില്ല. നമസ്കാരം സ്വാമി ശരണം, എപ്പോഴാണ് പോണേ? ഈ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ്. പ്രത്യേകിച്ച് നമസ്കാരം, പറഞ്ഞോളൂ. അപ്പോൾ ഈ കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ അനന്ത സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ വികസനം എന്ന് പറയുന്നത് കൊയിലാണ്ടിയെ തൊട്ട് തീണ്ടിയിട്ടില്ല. അപ്പോൾ ആളുകൾക്ക് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. BJP വന്നാൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാകൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് കൊയിലാണ്ടിയിലെ ജനങ്ങൾ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഉറപ്പായും മാറ്റമുണ്ടാകും. ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? ഉറപ്പായിട്ടും. കാരണം നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ചെങ്ങോട്ടുകാവ് പഞ്ചായത്തായാലും അതുപോലെ ഇവിടുത്തെ ചേമഞ്ചേരി ആയാലും എല്ലാം BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് ഞങ്ങൾ പല വാർഡുകളിലും ഞങ്ങൾ രണ്ടാമതായി പോയിട്ടുള്ളത്. തീർച്ചയായും ആ ഒരു ആത്മവിശ്വാസം BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. BJP കൊയിലാണ്ടിയിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു അട്ടിമറി ഉറപ്പാണ്. കാരണം ഇവിടെ മത്സരിക്കുന്ന ആളെന്ന് പറയുന്നത്, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വളരെ വർഷക്കാലം ഇവിടുത്തെ MLA ആയിരുന്നു. കൊയിലാണ്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം കൊയിലാണ്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ വീണ്ടും ആളുകളുടെ മുന്നിൽ എന്ത് ചോദിച്ചിട്ടാണ് ജനവിധി തേടുക? ചേട്ടാ, എന്ത് ചോദിച്ചാൽ ജനവിധി? ആൾക്കാർ പരിഹസിക്കുകയാണ്. ആ LDFന്റെ ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ശരി LDFന്റെ ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള വലിയ ജനവികാരമുണ്ട്. അപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം UDF എല്ലാം പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് UDFന് ഒന്നും ചെയ്യാനില്ല, സാധിച്ചിട്ടില്ല. നമസ്കാരം അങ്ങോട്ട് വരാം. സാധിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞത് വികസനം എന്ന് പറയുന്നത് അത് BJPക്ക് മാത്രം പറയാൻ പറ്റുന്നതാണ്. അത് കൊയിലാണ്ടിയിലെ വോട്ടർമാർക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് എന്നെ അറിയുന്നവരാണ് കൊയിലാണ്ടിയിലെ വോട്ടർമാർ. എനിക്ക് ഇവിടുത്തെ ഓരോ പ്രദേശങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. ഈ BJPയെ സംബന്ധിച്ച് ഈ തീരദേശ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇവിടെയൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഈ തീരദേശ മേഖല എന്നും BJPയുടെ കരുത്തെന്ന് പറയുന്നത് ഈ തീരദേശ മേഖല തന്നെയാണ്. കാരണം ഒരു കാലത്ത് ഇപ്പോൾ കർസേവ ആയിക്കൊള്ളട്ടെ, നമ്മൾ വിവേകാനന്ദ സ്മാരക നിർമ്മാണമായിക്കൊള്ളട്ടെ, സ്വന്തം ജീവൻ പണയപ്പെടുത്തി അതിനുവേണ്ടി പോയവരാണ് ഇവിടെയുള്ള തീരദേശത്തെ ആളുകൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇന്നലെ പയ്യോളിയിൽ തീരദേശ മേഖലയിൽ നമ്മൾ മുതിർന്ന പ്രവർത്തകരെ കാണാൻ പോയപ്പോൾ ഒരു കാലത്ത് കന്യാകുമാരിയിൽ വിവേകാനന്ദ കേന്ദ്രമുണ്ടാക്കാൻ വേണ്ടി ജീവൻ പണയപ്പെടുത്തി പോയവരാണ്. അപ്പോൾ അത്തരം ജീവൻ വരെ ഈ സംഘടനയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായവരാണ്. നമസ്കാരം, ഹായ്, കൊടുക്കാൻ തയ്യാറായവരാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു വലിയൊരു ബലം എന്ന് പറയുന്നത്. ഈ തീരദേശ മേഖല തന്നെയാണ്.
അതായത് മോദി സർക്കാരിന്റെ വികസനം പറഞ്ഞ് നമ്മൾ ഈ വാർഡിലേക്ക് ഇറങ്ങുകയാണ്. പ്രത്യേകിച്ച് അപ്പുറത്ത് കെ ദാസനുണ്ട്, അതേപോലെ DCC പ്രസിഡന്റായിട്ടുള്ള പ്രവീൺ കുമാറാണ് മത്സരിക്കുന്നത്. ഇവ വലിയ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട്, കോൺഗ്രസിനോടും വലിയ വിശ്വാസമൊക്കെ ഇല്ല. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ഒരു വികസന കാഴ്ചപ്പാട് എന്താണ് ഇവിടെ? നോക്കൂ, കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടിയിൽ വലിയ പരിമിതികളുണ്ട്. ഒന്ന്, തീരദേശ മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും കുടിവെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. തീരദേശ മേഖലയിലെ യാത്രാ പ്രശ്നം വളരെ ദുരിതമുണ്ട്, യാത്രാ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ തീരദേശ മേഖലയിലെ ഹാർബറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഡെവലപ്മെൻറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ഡെവലപ്മെൻറ്റുകൾ മാത്രമാണ്. പിന്നെ ഇവിടെ കൊയിലാണ്ടിയുള്ള സ്റ്റേഡിയം, ആ സ്റ്റേഡിയം ഒന്നും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്കൊന്നും ഒരു പണിയും അവിടെ നടന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടിയെ സംബന്ധിച്ച് മത്സ്യസമ്പദ യോജന അനന്ത സാധ്യതകളുണ്ട്. തീരദേശ മേഖലയ്ക്ക് വലിയ വികസനം കൊണ്ടുവരാൻ സാധിക്കും. ഇതൊന്നും കൊണ്ടുവരാൻ ഇവിടുത്തെ MLAക്കോ അല്ലെങ്കിൽ ഇവിടെ ഭരിച്ചവർക്കോ സാധിച്ചിട്ടില്ല. ഞങ്ങൾ പറയുന്നത് കൊയിലാണ്ടിക്ക് ഒരു മാസ്റ്റർ പ്ലാനാണ്. കൊയിലാണ്ടിയുടെ മുഖച്ഛായ മാറ്റാൻ പറ്റും. ടൂറിസത്തിന് അനന്ത സാധ്യതയുണ്ട്. കാപ്പാട് ബീച്ച് ഇവിടെയാണ്. കാപ്പാട് ബീച്ച് ഇപ്പോൾ വളരെ പരിതാപകര, ടൂറിസ്റ്റുകൾ വരുന്നില്ല. റോഡ് പോലും ഇല്ല. കാപ്പാട് ഒരു കടൽക്ഷോഭം കാരണം നശിച്ചിട്ടുള്ള റോഡ് അത് ഇതുവരെ നന്നാക്കാൻ സാധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, തിക്കോടി ഡ്രൈവിംഗ് ബീച്ചുണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്ന ബീച്ചുകളൊന്നാണ് തിക്കോടി ബീച്ച്. എന്ന് വെച്ചാൽ ഇതൊന്നും ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ചേട്ടാ നമസ്കാരം, എന്താ കഴിക്കുന്നത്? BJPക്ക് വോട്ട് ചെയ്യണം. ചേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട്? പായസം നേരത്തെ പ്രസാദം കിട്ടിയ പായസം ഉണ്ട് അല്ലേ? ചേട്ടാ, തെരഞ്ഞെടുപ്പ് ചൂടാന്നേ ഉള്ളൂ. ഓ അടിപൊളിയല്ലേ? അടിപൊളിയാ. ഓ നമ്മുടെ സ്ഥാനാർത്ഥി കൊയിലാണ്ടിക്ക് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി, ചെറുപ്പക്കാരൻ. ഈ തെരഞ്ഞെടുപ്പ് BJP എന്തായാലും കൊയിലാണ്ടി നിയോജകമണ്ഡലത്തിൽ തൂക്കും, ജയിക്കും. ഗൗതം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള ആളുകൾ പറയുന്ന ഇത് തന്നെയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് അത് BJP തൂക്കും, അതിലുപരി കൊയിലാണ്ടി പ്രഫുൽ കൃഷ്ണൻ തൂക്കും എന്നുള്ളതാണ്. മറ്റത് ഏറ്റവും അധികം ഫാൻസ് ഉള്ള ഒരു യുവ നേതാവ് കൂടിയാണ് പ്രഫുൽ എന്നുള്ളതാണ്. അതൊക്കെ തന്നെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷകൾ. എന്തായാലും വലിയ അഭിനന്ദനങ്ങൾ. എന്തായാലും ഏറ്റവും നല്ല വിജയം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവണം. ജനം TV നൽകുന്ന ഈ ഒരു സപ്പോർട്ടിന് എല്ലാം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. കൊയിലാണ്ടിയിൽ വലിയ മാറ്റം ഉണ്ടാക്കും. അത് തന്നെയാണ് ഗൗതം. കൊയിലാണ്ടിയിൽ ഒരു വലിയ മാറ്റത്തിന്റെ കോളിളക്കം സൃഷ്ടിക്കാൻ പ്രഫുൽ കൃഷ്ണനിലൂടെ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. ഓക്കെ അനഘ, എന്തായാലും വോട്ട് വാർത്തയിൽ ഇന്നിപ്പോൾ അതിഥിയായി എത്തിയത് കൊയിലാണ്ടിയിൽ യുവമുഖമായി BJP രംഗത്തിറക്കിയിരിക്കുന്ന യുവമോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പ്രഫുൽ കൃഷ്ണയാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, പ്രചരണ വിശേഷങ്ങൾക്കൊപ്പമാണ് അനഘ ഹർഷൻ ചേർന്നത്. ഇതോടുകൂടി വോട്ട് വാർത്തയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വൈകിട്ട് 5:30 വീണ്ടും വോട്ട് വാർത്തയുടെ അടുത്ത എപ്പിസോഡ് ഉണ്ടാകും. എല്ലാ പ്രേക്ഷകർക്കും നമസ്തേ.